വൈകി അവർക്ക് ഇരുട്ടാണ് പക്ഷിപ്പാൻ കൊടുക്കണമെന്ന് അതിന് അത്രയും ഇരുട്ടുന്നവരെ കർത്താവ് പ്രസംഗിച്ചു. പക്ഷേ ഈ കാലഘട്ടത്തൊന്നും പ്രാക്ടിക്കല്ല, ഒന്നും പ്രാവർത്തികമല്ല. ഞാനൊരു നീണ്ട പ്രസംഗത്തിലൊന്നും ഉദ്ധരിച്ചില്ല. നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗങ്ങളൊക്കെ എന്താ പറയാൻ പോകുന്നതെന്ന് എഴുതേക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എൻ്റെ അറിവും എൻ്റെ അറിവില്ലാതൊക്കെ നിങ്ങൾക്ക് എന്നെ കേൾക്കാത്തത് ഈ സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. വീണ്ടും നമുക്ക് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ദൈവസ്ഥലായിരിക്കാനായിട്ട് ഇവിടെയാക്കിയ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഞാൻ ഒന്നും പ്രസംഗിക്കുന്നില്ല, മറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം. എവിടെയെങ്കിലും ഒരു ട്രാക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ബ്രിങ്ങിങ് ബാക്ക് ടു ട്രാക്ക് അത്ര മാത്രം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതം എവിടെയെങ്കിലും വഴി തെറ്റിപ്പോയെങ്കിൽ അല്ലെങ്കിൽ വഴി വിട്ടുപോയെങ്കിൽ വീണ്ടും ആ പാളത്തിലേക്ക് നമ്മളിത് കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് രണ്ട് ചെറിയ ആലോചനകൾ മാത്രം പറയാം. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നാണ്. നമുക്കറിയാം ദാനിയേലിന്റെ പുസ്തകം പറയാം. If you look at the Bible, and the Old Testament can be divided into basically 4 parts. The first 5 books are known as the Pentateuch or the Book of the Law. ന്യായപ്രമാണം എന്ന് പറയും, അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയും. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ യോശുവ തുടങ്ങി പിന്നെ എസ്തേറിന്റെ പുസ്തകം വരെയുള്ള പുസ്തകങ്ങളെ ചരിത്ര ഹിസ്റ്റോറിക് ബുക്സ് എന്ന് പറയും. ഇസ്രായേൽ മക്കള് അടിമത്തത്തിൽ നിന്ന് വിട്ടുവിട്ട് ചരിത്രമാണ് യോശുവ തൊട്ട് എസ്തേറിന്റെ പുസ്തകം വരെയുള്ള അത്രയുള്ള പുസ്തകങ്ങൾ. അതിനടുത്ത 5 പുസ്തകങ്ങളെ വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറയും. ചെറിയ പദ്യമാണ്. യോബ് തുടങ്ങി ഉത്തമഗീതം വരെയുള്ള പുസ്തകങ്ങളെ വിസ്ഡം ലിറ്ററേച്ചർ എന്നൊരു കോമൺ പേരുകൾ അറിയപ്പെടാറുണ്ട്. അതിനുശേഷമുള്ള 17 പുസ്തകങ്ങളാണ് ബേസിക്കലി പ്രവാചക പുസ്തകങ്ങൾ. അതിൽ തന്നെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മേജർ പ്രോഫറ്റ് എന്നും തുടർന്ന് 12 പുസ്തകങ്ങൾ മൈനർ പ്രോഫറ്റ് എന്നും തരം തിരിച്ചിരിക്കുന്നു. മേജർ പ്രോഫറ്റ് എന്ന് പറയുന്നത് അവരുടെ പുസ്തകത്തിന്റെ അധ്യായങ്ങളുടെ എണ്ണം കൊണ്ടാണ്, അല്ല അവരുടെ പിന്നെ മഹത്വം കൊണ്ടല്ല. അവരുടെ മേജർ പ്രോഫറ്റ് എന്ന് പറയാൻ കാരണം ആ പുസ്തകങ്ങൾ കുറഞ്ഞു അധ്യായങ്ങൾ കുറഞ്ഞു കൂടുതലായതുകൊണ്ടാണ്. അങ്ങനെയൊരു പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം. ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ മക്കൾക്ക് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും തൃപ്തിയില്ല. അതാണ് ഒരു പഴയ ഇസ്രായേൽ ഒരു ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. എന്തോ കിട്ടിയാലും തൃപ്തി, എപ്പോഴും കംപ്ലൈന്റ് ആണ്. ഓൾവേസ് മർമറിങ് അബൌട്ട് സംതിങ് ഓർ അതർ. അപ്പൊ ദൈവം എന്ത് ചെയ്യും? അവരെ ശിക്ഷിക്കും. അതുകാലത്ത് അവരെ പല അടിമത്തത്തിലേക്ക് അവരെ കൊണ്ടുപോയി അവരെ ക്യാപ്റ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വലിയൊരു സംഭവമായിരുന്നു. എപ്പോഴും പ്രവാസം ഒന്ന് തുടങ്ങി ഒന്ന് വിദ്യാന്യര് അല്ലെങ്കിൽ ഫെലിസ്ത്യര് അല്ലെങ്കിൽ പിന്നെ അശൂരന് ഇവരൊക്കെ ഇവരെ അടിമപ്പെടുത്തി ഇവരെ അടിമകളാക്കി ഭരിച്ചു. കാരണം എന്താണ്? ഇവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത്. അങ്ങനെ ഒരു ക്യാപ്റ്റിവിറ്റിയിൽ ഉൾപ്പെട്ട കുറെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു ദാനിയേൽ. അങ്ങനെ അവർ യോഹാക്കീം രാജാവിന്റെ കാലഘട്ടത്തിലൊക്കെ അനുസരണ ഇസ്രായേൽ മക്കൾക്കെതിരായിട്ട് മറ്റുള്ള നെബൂഖദ്നേസർ വന്ന് അവർക്കെതിരായിട്ട് യുദ്ധം വെച്ച് പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിലുള്ള ബാലന്മാരുടെ കൂട്ടത്തിൽ 4-5 പേരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളായിരുന്നു ദാനിയേൽ. ദാനിയേലിന്റെ പുസ്തകമൊക്കെ ബേസിക്കലി രണ്ടായിട്ട് വേണം വേർതിരിക്കാം. 6 പേരുള്ള അധ്യായങ്ങളെ ഒരു അവരുടെ ഇസ്രായേൽ അവരുടെ പ്രവാസിയുടെ ചരിത്രമൊന്നും 6 തൊട്ട് 7 തൊട്ടുള്ള 12 അധ്യായങ്ങളെ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ, അപ്പോക്രിഫ എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദാനിയേൽ പ്രവചനവുമാണ്. ആ പ്രവചനത്തിന്റെ കണ്ടിന്യൂവേഷനാണ് യോഹന്നാനെ പത്മോസിൽ വെളിപാട് പുസ്തകത്തിൽ കാണുന്നതെന്നാണ് ചരിത്രകാരന്മാരും വേദപുസ്തക പഠിതാക്കളും ഒക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദാനിയേലിന്റെ ചരിത്രങ്ങളെ പഠിപ്പിക്കുന്നതാണ് ചില ചെറിയ കാര്യങ്ങൾ. ഒത്തിരി വലിയ കാര്യം പറയാനൊന്നും എനിക്കറിയില്ല, ചെറിയ കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ദാനിയേൽ പുസ്തകങ്ങളെ പഠിപ്പിക്കുന്നത് ദാനിയേലിനെ എല്ലാവരും പിടിച്ചുകൊണ്ടുപോയി നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിലാക്കി അവിടുത്തെ ബാലന്മാരോട് അവിടുത്തെ ആൾക്കാരോട് ചേർന്ന് അവർ ഭക്ഷണവും പിന്നെ പാനീയങ്ങളും പിന്നെ അവർക്ക് ആവശ്യമുള്ള വീഞ്ഞും ഒക്കെ കൊടുത്തപ്പോൾ ദാനിയേൽ ഒരു തീരുമാനമുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ തന്നെത്താൻ അശുദ്ധമാക്കിയെന്നൊരു തീരുമാനമെടുത്തു. ദ മോസ്റ്റ് ആൻഡ് ദ പ്രൈം തിങ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. അപ്പം നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് കണ്ണുനീരിനെ മറികടക്കാൻ പോകുന്നവർ പറയും. അബ്സല്യൂട്ട്ലി റോങ് ആണ് ഇതിൻ്റെ വിശ്വാസം. നമ്മൾ ഏറെ കരഞ്ഞു കൊടുത്തൊരു പ്രയോജനമില്ല. കാരണം വേദപുസ്തക അടിസ്ഥാനങ്ങളോടുള്ള പഠിപ്പിക്കുന്നത് അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ അല്ലെങ്കിൽ വികാരമോ ഒന്നും ദൈവത്തിലില്ല. അതാണ് യാക്കോബിലത്തില്ല. 1-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ കുറച്ച് കണ്ണുനീര് പുറത്തുകൊണ്ടും കൂടുതൽ പൊഴിച്ചതുകൊണ്ട് കുറെ നേർച്ച കാഴ്ചകൾ കഴിച്ചതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നുള്ളൊരു ബോധം നമുക്ക് ആർക്കുമുണ്ട്. പക്ഷെ കരയുന്നത് നല്ലതാണ്. കരയുമ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഐ ഷുഡ് ഹാവ് റിപ്പൻഡൻസ് ഇൻ മൈ ഹാർട്ട്. ആ ഒരു ഹൃദയത്തിലുള്ള റിപ്പൻഡൻസ് ഇല്ലാതെ നമ്മൾ വെറുതെ കരഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ദൈവസന്നിധിയിൽ
എൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു കരയുകയാണെങ്കിൽ ആ കാര്യത്തിന് അർത്ഥമുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് യാചിച്ചാൽ അതിനൊരു മറുപടിയുണ്ട്. അതാണ് ദാനിയേൽ പുസ്തകം 9-ാം അധ്യായം നമ്മൾ വീട്ടിൽ പോയി നിങ്ങൾ കിടക്കിൽ വായിക്കാൻ ശ്രമിക്കണം. വായിക്കാൻ ശ്രമിക്കുമ്പോൾ ദാനിയേൽ ഒരു നീണ്ട പ്രാർത്ഥനയുണ്ട് 9-ാം അധ്യായത്തിൽ. ദാനിയേൽ പറയുന്നത് എന്ത് ചെയ്യുന്നു? ദാനിയേൽ തൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങളെ മാത്രമല്ല തൻ്റെ പിതാക്കന്മാരുടെ പാപങ്ങളെയും ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദാനിയേൽ പുസ്തകം 9-ാം അധ്യായം. ആ പ്രാർത്ഥനയുടെ അവസാനത്തിലാണ് ഗബ്രിയേൽ ദൂതൻ ദാനിയേലിനെ കാണാൻ വരുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവമായിട്ട് എൻകൗണ്ടർ വേണമെങ്കിൽ, ഒരു പേഴ്സണലായിട്ട് ദൈവത്തെ കാണണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാകണം, റിപ്പൻറ്റൻസ് ഉണ്ടാകണം. ആ റിപ്പൻറ്റൻസിനെ നമ്മുടെ കണ്ണുനീരിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുന്നത്. അപ്പോൾ ദാനിയേൽ ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ ദാനിയേൽ അവരോട് വീഞ്ഞു കുടിക്കത്തില്ല, അവരോടിരുന്ന പിന്നെ എന്താ പറയുന്നത്, നോൺ വെജിറ്റേറിയൻ കഴിക്കത്തില്ല ഒരു തീരുമാനം. തെറ്റാണെന്ന് പല വ്യാഖ്യാനങ്ങളും അതിനെക്കുറിച്ച് പറയാറുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് അവരുടെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നതിന്റെ ബാക്കിയാണ്, അത് ഒരു ഭാഗം അവർ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടു, അതിന്റെ ബാക്കിയുള്ളത് അവർ കഴിക്കാത്തത് പറയാം. എന്താ പറഞ്ഞാൽ എന്തൊക്കെ പറയുന്നത് സിമ്പിൾ ടേംസ് നമ്മൾ എടുത്താൽ കാണുവാനായിട്ട് സാധിക്കും. അതെന്ന് പറയുന്നത് ദൈവഹിത പ്രകാരമല്ലാത്ത കാര്യമാണ് അവിടെ നടന്നത്. അതുകൊണ്ട് അത് ദാനിയേൽ വേണ്ടത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് വിരുദ്ധമായിട്ട് ദൈവഹിതത്തിന് അനുരൂപമല്ലാത്തത് എന്തെങ്കിലും ഒരു ജീവിതത്തിലുണ്ട് ഉണ്ടെങ്കിൽ ദൈവം എന്നിൽ ഒരു കാലത്തും പ്രസാദിക്കത്തില്ല. അത് നമ്മൾ ഈ ദിവസം നമ്മുടെ പള്ളിയിൽ കിടന്ന മെസ്സേജ് തന്നെയായിരുന്നു. വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കാത്തിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഒരിക്കലും വേണ്ടിയാകത്തില്ല. സാധാരണ നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ഫ്രേസാണ്, കേട്ടിട്ടുണ്ടായിരിക്കും. പീപ്പിൾ ലുക്സ് വൈ ഐ ഡിഡ് സംതിങ്, സോറി വാട്ട് ഐ ഡിഡ്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ പറയും എന്തുകൊണ്ടാണ് അവർ ചെയ്തത്, എന്താണ് ചെയ്യുന്നത്. അവർ എത്ര പൈസ കൊടുത്തു, അല്ലെ പള്ളിക്ക് വീട് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തു, അല്ലെ പള്ളി ഉണ്ടാക്കി കൊടുത്തു. വാട്ട് ഐ ഹാവ് ഡൺ. അതാണ് ആൾക്കാർ നോക്കുന്നത്. ദൈവം നോക്കുന്നത് വൈ ഐ ഹാവ് ഡൺ, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചെയ്തത്. എനിക്കൊരു പേര് കിട്ടാനാണോ, എനിക്കൊരു പെരുമ കിട്ടാനാണോ, എൻ്റെ ഒരു പേരിന് വേണ്ടിയാണ് ചെയ്തത്. അപ്പം ദൈവം നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്കാണ്. നമ്മൾ ദാവീദിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ശൗബലെ വിടുമ്പോൾ ദൈവം ശൗലോട് പറഞ്ഞ കാര്യമുണ്ട്, മനുഷ്യർ പുറമേയോട് നോക്കുന്നു, ദൈവം എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ അകമയുള്ളൂ. അപ്പം നമ്മുടെ അകം എപ്പോഴും ശുദ്ധമായിരിക്കണം. ഇങ്ങനെ ശുദ്ധമാക്കുന്നത് അതിനൊറ്റ ഒരു വഴിയേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദിവസേന നമ്മൾ കഴുകൽ പ്രാപിക്കണം. കർത്താവേ, എൻ്റെ കളങ്കങ്ങളെ കഴുകി എന്നെ ശുദ്ധമാക്കണമേ ദിവസം തോറും പ്രാർത്ഥന. അതുകൊണ്ടാണ് 84 സങ്കീർത്തനക്കാരൻ പറയുന്നത്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയും. 114 സങ്കീർത്തനം പഠിപ്പിക്കുന്നുണ്ട്, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ലഭിക്കും. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ട്രാക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ നമുക്ക് ഈ സന്ധ്യയെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ട്രാക്കിലേക്ക് ഒന്ന് മടക്കി കൊള്ളുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന പോരായ്മകൾ വന്നു, ഇന്ന വീഴ്ചകൾ വന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത് അങ്ങനെയല്ല. കർത്താവേ, നിന്നിലേക്ക് ഞാൻ മടങ്ങി വന്ന് എന്നെ നിന്റെ സ്ഥലത്തിലേക്ക് സമർപ്പിക്കണമെന്ന് പറയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ടില്ല. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ എല്ലാവരും നന്നായിട്ട് വിചാരിക്കരുത്, ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല. നമ്മുടെ ദൈവം ഓരോ പരിശോധനകളിൽ കൂടിയും ഓരോ പരീക്ഷകളിൽ കൂടി ഒക്കെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാം ഇതിൽ വിജയിച്ചാൽ പറ്റത്തുള്ളൂ. ഈ ക്രിസ്ത്യ വിശ്വാസത്തിന് അടിസ്ഥാനപരമായ 3 കാര്യങ്ങളാണ് ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. എന്ന് പറഞ്ഞാൽ നീതീകരണം, ശുദ്ധീകരണം, അഹുദ്ധീകരണം. നീതീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് അംഗീകരിച്ച് എൻ്റെ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ ഞാൻ നീതിയുള്ളവനായിട്ട് തീരും. എന്നാൽ അത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നാളുകളിലും ഓരോ നിമിഷങ്ങളിലും ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കണം. അപ്പം അങ്ങനെ നമ്മൾക്ക് ചേർന്ന് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ദൈവം പലപ്പോഴും നമ്മളെ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നെ നമുക്ക് ടെസ്റ്റ് കിട്ടും. ആ ടെസ്റ്റിനോട് വിജയിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളെങ്ങനെ നടത്തിക്കൊണ്ട്. അതാണ് ദാനിയേലിന് കൂടുതൽ സംഭവിച്ചത്. 2-ാമത്തെ ആൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും, നെബൂഖദ്നേസറിന് സ്വപ്നം ഉണ്ടായിട്ട് സ്വപ്നത്തെ ദാനിയേലും കൂടുതൽ വ്യാഖ്യാനിച്ചു കൊടുത്തു. ദൈവം ദാനിയേലിന് കൂടുതൽ രാത്രി വെളിപ്പെടുത്തി കൊടുത്തു, അതിന് വ്യാഖ്യാനിച്ചു കൊടുത്ത് അപ്പോൾ നെബൂഖദ്നേസർ എന്താ പറയുന്നത്, നിങ്ങളുടെ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ല, നിങ്ങളുടെ ദൈവം മഹാനായ ദൈവമാണ്, അതുതന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്, എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ദൈവമാണെന്നൊക്കെ വളരെ വാചാലമായിട്ടൊരു പ്രസംഗം നെബൂഖദ്നേസർ നടത്തി. അത് 2-ാം അധ്യായത്തിലാണ്. എന്നാൽ 3-ാം അധ്യായത്തോട് വരുമ്പോഴത്തേക്കും അവന് ഒരു പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രതിമ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് 2-ാമത്തെ അധ്യായത്തിലെ ദർശനത്തിൻ്റെ ബാക്കിയാണ്. തിയോളജിയിലൊക്കെ ഞാൻ കണക്കുന്നില്ല. അപ്പോൾ പ്രതിമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവൻ പറയുകയാണ് എല്ലാവരും ഇതിനെ നമസ്കരിക്കണം.
അതിന് മുമ്പേ അവർ പറഞ്ഞെന്തുവാ? നിങ്ങളുടെ ദൈവമാണ് വലിയ ദൈവം, നിങ്ങളുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല, എല്ലാ മനുഷ്യരും ദാനിയേലിനെ അവരുടെ ദൈവത്തെ നമസ്കരിക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം അങ്ങനെ ഉച്ചത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ചില ദിവസങ്ങളുടെ കഴിയും പറഞ്ഞൊരു മട്ട് മാറും. എന്നാലും ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനുഷ്യരെല്ലാവരും കാല് മാറുന്നവരാണ്. ഇന്ന് കാണുന്ന മുഖമായിരിക്കത്തില്ല നാളെ കാണുന്നത്. കുടുംബക്കാർ തന്നെ ഇവിടെ പറയുകയാണ്. ബീഗാപുരത്തിൽ ഒരു വാക്യമുണ്ട്, ഇങ്ങനൊരു വാക്യമുണ്ട്, ഇതിന്റെ മാർവിടത്തിൽ ശയിക്കുന്ന ഭാര്യയെ പോലെ വിശ്വസിക്കരുതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചില എല്ലാ കാര്യത്തിലും ആരെ കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് സാധിക്കും. കാരണം മനുഷ്യന്റെ സ്വഭാവങ്ങൾ ഇങ്ങനെ മാറി പറയും. ദൈവം മാറ്റമില്ലാത്തവനാണ്. അപ്പം ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സ്ഥലം നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഈ മാറ്റമില്ലാത്തവരായിരിക്കണം. നമ്മളിങ്ങനെ ഈ നിഴലിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നവരായിട്ട് തീരാതെ ഉറപ്പോടെ നിൽക്കണം. അതാണ് ദാനിയേലിന്റെ പുസ്തകം. ഇവരെ പിടിച്ച് കഥയൊക്കെ പറയാമല്ലോ. ഇവരെ പിടിച്ച് തീച്ചോളം ഇടുവാനായിട്ട് ശ്രമിച്ചു. ഈ കുഞ്ഞുങ്ങളെ 3 പേരെ പിടിച്ച് തീച്ചോളം ഇടുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ ദൈവത്തെ മാത്രം ഈ തീയിൽ നിന്ന് വിടുവിക്കാൻ ദൈവം നിശ്ചയമായിട്ട് കഴിയും. ഇൻ കേസ് എന്നെ വിടുവിച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിട്ട് പിന്മാറും. അതാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എല്ലാത്തിനും ഒരു വിടുതൽ കിട്ടത്തില്ല. എല്ലാ കാര്യത്തിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടാകത്തില്ല, എല്ലാ വിഷയങ്ങൾക്കും വിടുതൽ ഉണ്ടാകത്തില്ല. പക്ഷെ വിടുതൽ ഉണ്ടാകണമെങ്കിൽ ചെയ്യണം, നമ്മുടെ ദൈവത്തിന് ഉറപ്പോടെ നിൽക്കണം. നമ്മുടെ വിടുതൽ ഉണ്ടാകും, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തോ അല്ലായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഉറപ്പോടെ ദൈവസ്ഥലം നിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു വിടുതൽ കാണുവാനായിട്ട്. ചന്ദ്രക്കൻ്റെ മേശക്കിൻ്റെ അഭിനവയുടെ ജീവിതത്തിൽ അതാണ് അവർ പറയുന്നുണ്ട്, വിടുവിച്ചോട്ടെ, വിടുവിച്ചിട്ട് ഇല്ലെങ്കിലും എന്താ ഈ ദൈവത്തെ മാത്രമേ ഞങ്ങൾ സേവിക്കും. ആ ഉറപ്പാണ്. എന്ത് വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ട് പിന്മാറും. ഞാൻ ആഗ്രഹിക്കുന്ന പോലൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും അത് എന്നേക്കാളും കൂടെ മറ്റുള്ളവർക്ക് കിട്ടിയെങ്കിലും എനിക്ക് അർഹിക്കുന്ന നന്മ നഷ്ടപ്പെട്ടു പോയെങ്കിലും അർഹിക്കാതെ കിട്ടിയപ്പോൾ എനിക്കൊരു പ്രയാസമുണ്ട്. കാരണം എന്താണ്? ഞാൻ ദൈവസ്ഥലത്തിൽ എപ്പോഴും ഉറപ്പോടെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നു. അതിൻ്റെ ഫലം എന്തുണ്ടായി? അതിൻ്റെ ഫലം കൊണ്ടാണ് താഴോട് വായിക്കുമ്പോൾ 3-ാം അധ്യായത്തോളം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഈ 3 ബാലന്മാരെ കെട്ടിയെടുത്ത് എരിയുന്ന തീച്ചൂടയിലിട്ടു. നമുക്ക് അതൊക്കെ അറിയാൻ പറ്റും. തീച്ചൂടയിലിട്ടപ്പോൾ 3 പേരെ ഇട്ടത്. ഓർക്കണം, വെറുതെ വെറുതെ വായിച്ചു പോയത്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. എടുത്തുകൊണ്ട് പോയപ്പോൾ 7 ബലവാന്മാരെ ആൾക്കാരാണ് ഇവർ എടുത്തുകൊണ്ട് പോകുന്നത്. 7 ബലവാന്മാരെ ആൾക്കാർ ഇവർ എടുത്തുകൊണ്ട് പോയി ഇട്ടപ്പോൾ തന്നെ തീയുടെ ചൂട് അത്രമാത്രം വലുതായതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ എടുത്തുകൊണ്ട് പോയ ആൾക്കാർ തീയോട് പോയില്ല. തീയുടെ അടുത്ത് എന്താ പറയുന്നതിന് അഗ്നിയാണ് ഇവർ ദഹിപ്പിച്ചത്. അത്രമാത്രം തീജ്വാലയിൽ ചൂടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഈ 3 ബാലന്മാരെ കത്തിക്കരിഞ്ഞില്ല. കത്തിക്കരിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നതായിട്ട് നെബൂഖദ്നേസർ കണ്ടു. അവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? 4ാമത് ഒരു ദൈവദൂതനം ഉണ്ടായിരുന്നതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, ദൈവപുത്രൻ. അപ്പം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളോട് നമുക്ക് ചോദ്യം ചോദിക്കാം. അപ്പൊ ഈ നെബൂഖദ്നേസർ ഇത് കണ്ടപ്പോൾ നെബൂഖദ്നേസർ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരായ ചന്ദ്രക്കെ, മേശക്കെ, അബേദ്നെഗോ പുറത്തു. എത്ര പേരുണ്ട് അവിടെ? ഇപ്പം അവിടെ 4 പേര് അല്ലേ? ഉണ്ടോ? 4 പേരുണ്ട്. അപ്പൊ വിളിക്കുന്ന ആരെയാ? 3 പേരെ വിളിക്കും. ചന്ദ്രക്കെ, മേശക്കെ, അബേദ്നെഗോ പുറത്ത്. അപ്പൊ 4ാമത്തെ പോയി. 4ാമത്തെ ആളോടെ പോയി. ചുമ്മാ നമ്മുടെ ചിന്ത ഉണർത്താൻ വേണ്ടി ചോദിച്ച ചോദ്യം. എവിടെ പോയി 4ാമത്തെ? ടെക്നിക്കലെ പറഞ്ഞാൽ എന്തോ? ടെക്നിക്കലെ പറഞ്ഞ 4ാമത്തിലൂടെ അവരിപ്പോഴും തീക്കാത്ത നിപ്പുണ്ട്. കയറിയോ? കയറി ഇപ്പോഴും തീക്കാത്ത നിപ്പുണ്ട് 4ാമത്തെ ആൾ. ഈ കയറി വന്നതാല് 3 പേരെ വിളിച്ചു, 3 പേര് കയറി വന്നു. 4ാമത്തെ ആൾ ഇപ്പോഴും ഉണ്ട്. തീക്കാത്തിനെ നിൽക്കുന്നത് ഞാനും നിങ്ങളും ഈ തീച്ചോളയിൽ വീഴുമ്പോൾ നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് 4ാമത്തെ ആൾ എപ്പോഴും ഇവിടെ ഉണ്ട്. തീച്ചോളയിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭാരപ്പെടരുത്. തീയുടെ പ്രയാസത്തിന്റെ നടുവിലും സങ്കടങ്ങളുടെ നടുവിലും ഒക്കെ നമ്മളെ കൈവിടാത്തവനായ ഒരു ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. നമ്മൾ തീയിൽ വീണാൽ നമ്മൾ വെന്തുപോകാതെ, നമ്മളെ തീജ്വാല നശിപ്പിച്ച് കളയാതെ നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എനിക്ക് മുമ്പേ ഞാൻ വീഴുന്ന തീയിൽ ഇറങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നേരോടെ നിൽക്കുമ്പോൾ, ഞാൻ ദൈവസ്ഥലത്തിൽ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ, ഞാൻ ദൈവസ്ഥലം വിശുദ്ധിയോടെ നിൽക്കുമ്പോൾ എന്നെ സഹായിക്കുവാനായിട്ട് ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ലോകം പറയും അവർ വെന്തുപോയി, അവർ കരിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞാലും നമ്മളെ ജീവിപ്പിക്കുവാൻ ശക്തനായ ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞു, 8 മിനിറ്റ് കഴിഞ്ഞു. ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. നമ്മൾ നോക്കണം, ഈ തീച്ചൂള ആദ്യം പറഞ്ഞു 7 പേര് ബലവാന്മാരെ 7 പേരെ കൊണ്ടുപോയ സമയത്ത് ഈ തീയുടെ ചൂട് അത്യന്തം കഠിനമായതുകൊണ്ട് അവരെ തീച്ചൂട് ദഹിപ്പിച്ചു. ശരിയല്ലേ? അവരെ തീച്ചൂട് ദഹിപ്പിച്ചു.
നെബൂഖദ്നേസർ രാജാവ് ഈ തീയോടെ മുമ്പിട്ട് വിളിക്കുകയാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ശബ്ദരക്കെ ബേസിക്കെ അറിയുന്നത് തീയുടെ മുഖത്തോടെ വിളിക്കുന്ന ദിവസം പഠിപ്പിക്കും. അവരുടെ കരിഞ്ഞു കൊടുത്തു, പിടിച്ചു കൊടുത്തു, അവൻ കരിഞ്ഞു കൊടുത്തു. വിശുദ്ധനായിരുന്നു. അവരുടെ കരിഞ്ഞു കൊടുത്തു. ദിവസം വായിക്കും കുറെ ചിന്തിക്കണമല്ലോ. കരിഞ്ഞു പോകത്ത്, അവൻ കരിഞ്ഞു പോയി. അവൻ്റെ കരിഞ്ഞു പോകത്ത്, അവൻ കരിയാത്ത കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം ഏതൊരു തീച്ചൂടിൽ ഇറങ്ങിയാലും ആ തീയുടെ ചൂട് തനിയെ കുറയും. അതാണ് പഠിക്കുന്ന ആത്മീയ സത്യങ്ങളാണ്. അതായത് എത്ര തീച്ചൂടകളുടെ അനുഭവത്തിലാണെങ്കിലും ദൈവ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ടോ ആ തീച്ചൂടയുടെ ചൂട് താനേ കുറയും. ദൈവത്തിന്റെ ഈ 3 കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് എല്ലാം അറിയാവുന്ന 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഒന്ന്, നമ്മുടെ ജീവിതം എപ്പോഴും വിശുദ്ധമായിരിക്കണം, ദൈവസന്നിധിയിൽ ഉറപ്പുള്ളവരായിരിക്കണം. അതായത് നമ്മുടെ പ്രശ്നങ്ങൾക്കനുസരിച്ച് അവരത് പറയും, അവർ പറയും അങ്ങോട്ട് പോകാൻ പറയും, ഇവർ പറയും ഇങ്ങോട്ട് പോകാൻ പറയും. നമ്മളൊന്നും ആടിപ്പോകരുത്. എപ്പോഴും നമുക്കൊരു സ്റ്റാൻഡുണ്ട്. എൻ്റെ ദൈവം എന്നെ വിട്ടിരിക്കും. ഞാൻ നിൽക്കുന്ന ഇടത്ത് എൻ്റെ സഭ ഒരു പ്രശ്നമല്ല. ഞാൻ ഏതൊരു സഭയിലായിക്കൊള്ളട്ടെ, ഏതൊരു വിശ്വാസ സമൂഹത്തിലായിക്കൊള്ളട്ടെ, ഞാൻ അവിടെ ഓടിപ്പോകണ്ട, ഇവിടെ ഓടിപ്പോകണം. മറിച്ച് ഞാൻ നിൽക്കുന്ന ഇടത്ത് ദൈവത്തോട് ചേർന്ന് ഞാൻ വിശ്വസ്തനായിട്ട് ഉറപ്പോടെ നിൽക്കുമെങ്കിൽ ഒരു സാക്ഷ്യം ഇതിൽ കൂടെ പുറത്തു വരണം. കാരണം ഇവർ വിശ്വാസത്തിൻ്റെ ഒരു നിജപുത്രനാണെന്ന് തീമോഥെയോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മളെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായിട്ട് തീരണം. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ലൊരു സാക്ഷ്യം നിലനിർത്തുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിയുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് എന്നെ കാണുന്നതിൽ പറയണം, പോകുമ്പോൾ ഇവിടെ ഒരു യഥാർത്ഥ ദൈവ പൈതലെന്ന് പറയത്തക്ക ഒരു ഗോഡ്ലി മേന് ആ സ്ട്രീറ്റിൽ കൂടെ പോകുമെന്ന് എന്നെയും നിങ്ങളെ കുറിച്ച് ലോക സാക്ഷ്യം പറയുന്നെങ്കിൽ നമുക്ക് അതിപരമായിട്ട് ഈ ലോക ജീവിതം നേടുവാനായിട്ട് മറ്റൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തീച്ചുളയുടെ നടുവിൽ നമ്മൾ ദൈവം ഇറങ്ങി വരുന്നത് മാത്രമല്ല, നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് എപ്പോഴും ദൈവം അവിടെ തരുന്നത് മാത്രമല്ല, ദൈവം നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതായി ചൂടെല്ലാം കെട്ട് ഒന്നുമില്ലാതായി തന്നെ പോകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ട്രാക്കിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് ഈ സന്ധ്യയിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദിവസത്തിലേക്ക് സമർപ്പിക്കാം. വീട്ടിൽ നിങ്ങളെല്ലാവരെയും ഈ പ്രദേശം ഒന്നിച്ച് കാണുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിച്ചു. ഞങ്ങൾ അപ്രതീക്ഷിതമായാണ് പ്രദേശത്തേക്ക് വന്നത്. ഞങ്ങൾ ചിക്കാഗോയിൽ വന്ന് മടങ്ങി പോകണമെന്നൊക്കെ ആഗ്രഹിച്ചാണ്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ വരുവാനായിട്ട്, നിങ്ങളോട് സന്തോഷങ്ങളെ പങ്കിടുവാനായിട്ട്, നിങ്ങളുടെ നല്ല സ്നേഹ സൽക്കാരങ്ങൾ, നിങ്ങളുടെ അമിതമായ ഭക്ഷണം ഇതൊക്കെ ഞങ്ങൾക്ക് ആസ്വദിക്കുവാനായിട്ട് പറ്റി. മാത്രമല്ല നമ്മളെല്ലാ സഹോദരങ്ങളോട് ഒരുമിച്ച് സന്തോഷിപ്പാനായിട്ട് ഇടയായിരിക്കുന്നു. നിങ്ങളെല്ലാ സ്നേഹത്തിനായിട്ട് കരുതനായിട്ട് സ്തോത്രം. എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമുക്ക് വീണ്ടും കാണാവുന്ന പ്രത്യാശയോടെ നമുക്ക് ആയിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.